ഇന്ന് നമുക്ക് മത്തിയും കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഈ മത്തി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ കുറച്ച് നേരം വെക്കണം. അത് കഴിഞ്ഞിട്ട് മീൻ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അതായത് ഈ മുരിച്ചെടുത്ത മീൻ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് മത്തി ആയതുകൊണ്ട് തന്നെ മത്തിക്ക് നമ്മുടെ നാട്ടിലെപ്പോഴും നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഈ അച്ചാർ ഇടാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 20 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇത് കൂടുതലുള്ളതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തുപോകും. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഞാനിവിടെ മുളകിൻ്റെ പൊടി എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അച്ചാറിന് നല്ല കളർ കിട്ടും. പക്ഷേ കാശ്മീരി മുളക് പൊടിക്ക് എരിവ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അത് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ഈ മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയും ഞാൻ അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്ന് അത് ഓരോന്ന് ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് പറയാം. പിന്നെ കടുകും വേണം, ഉലുവയും വേണം, കായവും വേണം. ഇത് മൂന്നാം കൂടിയിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണം അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് മൂന്നും ഞാൻ ഈ അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ എന്തോരം ചേർക്കണമെന്ന് പറയാം. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിനീഗറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇതും അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ അച്ചാറാക്കാന്ന്. ഞാനിവിടെ ഇതേപോലത്തെ 4 വലിയ മത്തിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 1/2 കിലോ മത്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് 1/2 കിലോ ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലത്തെ 4 വലിയ മത്തി എടുക്കുക. ഞാനിവിടെ എടുത്തേക്കണ ഈ മത്തിയും നല്ല നെയ്യുള്ള മത്തിയാണ്. ഞാനിപ്പോൾ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമേരിക്കൻ ഷോപ്പുണ്ട്, ഷോപ്പ്റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇതേപോലത്തെ നല്ല നെയ്യുള്ള മത്തി ഉണ്ടാവും. പക്ഷേ ഈ മത്തി ഫ്രോസൺ ആണ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മത്തിക്ക്. അത് അവിടെ ഷോപ്പ്റൈറ്റിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങളാരെങ്കിലും ഇവിടെ ന്യൂയോർക്കിലേക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷോപ്പ്റൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല മത്തി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ മത്തീനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ഒരു മീന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഈ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അച്ചാറൊക്കെ ആകുമ്പോൾ മീനിൽ കുറച്ച് ഉപ്പും കൂടുതൽ നിൽക്കാൻ വേണം. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന മീനേക്കാളും കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ അതിലേക്ക് 3/4 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ സാധാരണ നല്ല എരിവുള്ള മുളകിൻ്റെ പൊടി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഈ മസാല നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മസാല ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളവും തെളിച്ച് കൊടുക്കുക. ഈ മസാല മീൻമ ശരിക്കും പിടിക്കില്ല. സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മസാല പിടിക്കാണ്ടാകുമ്പോൾ വെള്ളത്തിന് പകരം നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിലേക്ക് ഇത് അച്ചാറായതുകൊണ്ട് നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീര് ചേർക്കണ്ട. നമ്മളിതിലേക്ക് ലാസ്റ്റ് വിനീഗർ ചേർക്കണുണ്ടല്ലോ. ഇതൊരു 1/2 മണിക്കൂർ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മീൻ നമുക്ക് വറുത്തിട്ടെടുക്കാം. ഈ മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് ഈ അച്ചാറിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചിട്ട് എടുക്കണം. പിന്നെ ഉലുവയും കടുകും കായും ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കണം. അത് നീക്കി വയ്ക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ഈ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. ഇഞ്ചി നിങ്ങൾ ചേർക്കുമ്പോൾ ഇഞ്ചി പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ 2 വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 20 വലിയ വെളുത്തുള്ളിയും എടുത്തേക്കുന്നത്.
അതിനാണ് കൃത്യമായിട്ടൊരു കണക്കില്ല. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അച്ചാറിൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടും. ഇനി ഇത് നീക്കി വയ്ക്കാം. ഉലുവയും കടുകും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ കായത്തിൻ്റെ കട്ടയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കായത്തിൻ്റെ കട്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കായത്തിൻ്റെ കട്ടയും നന്നായിട്ടൊന്ന് മുരിച്ചിട്ട് എടുക്കണം. നിങ്ങൾ കായത്തിൻ്റെ കട്ടയ്ക്ക് പകരം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ചേർക്കുക. ഇപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാവണം. ഇത് രണ്ടും കരിഞ്ഞു പോകാണ്ട് നോക്കണം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് നിങ്ങൾ ഉലുവയും കടുകും ചേർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, ഉലുവയുടെ കളറും മാറിയിട്ടുണ്ട്. ഇത് രണ്ടും കരിഞ്ഞു പോകരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടുക് മുഴുവനും പൊട്ടിത്തീറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് കരിഞ്ഞു പോകും. പിന്നെ കടുക് കണ്ട് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഏറ്റവും അധികം പൊട്ടി പോണ കടുക് കരിഞ്ഞു പോകും. ഇനി കായം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഇത് കുറച്ച് ഒഴിക്കുക. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക, അപ്പോഴായിരിക്കും ശരിക്കും അച്ചാറിൻ്റെ ടേസ്റ്റ് വരെ. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കായത്തിൻ്റെ കട്ടയാണ് എടുത്തേക്കുന്നത്. അത് കടയിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ കായത്തിൻ്റെ കട്ടയായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, പൊടിയായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ കായത്തിൻ്റെ കട്ടയ്ക്കായിരിക്കും നല്ല സ്മെല്ലുണ്ടാവുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ കായത്തിൻ്റെ കഷ്ണം ചേർക്കാം. ഇനി ഇതിങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് മൊരിച്ചിട്ട് എടുക്കുക. അത് നമുക്കിത് ഇളക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഏറ്റവും ആദ്യം ഇത് ഭയങ്കര കനമായിട്ടിരിക്കും. പിന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതും കരിഞ്ഞു പോകാണ്ട് നോക്കണം. പിന്നെ അത് നന്നായിട്ട് മുരിയുകയും വേണം. ഇപ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് മുരിഞ്ഞില്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ തീ അങ്ങനെ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ പുറത്തങ്ങോട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിലേക്ക് ശരിക്കും മുരിഞ്ഞു കിട്ടില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് മുരിച്ചിട്ട് എടുക്കുക. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്, പക്ഷേ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. ഇപ്പോൾ കായം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇതെടുത്ത് മാറ്റാം. ഇനി ഇത് 3ഉം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇനി മീൻ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കായം വറുത്ത നല്ലെണ്ണ കുറച്ച് ബാക്കിയുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് മീൻ വറുത്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുക. പക്ഷേ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ശരിക്കും ആ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുക നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൽ മീൻ വറുക്കണ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ മീൻ ഒരു സൈഡ് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരും. ആ മീൻ പതുക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് ഈ കറിവേപ്പില ചേർക്കാൻ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കറിവേപ്പില കരിഞ്ഞു പോകും. അപ്പോൾ മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവരുത്, പക്ഷെ മീൻ നന്നായിട്ട് മൊരിയണം. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ സെയിം എണ്ണയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഉണ്ടാവണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഉണക്കമുളകും ചേർക്കാം. ഉണക്കമുളക് പതുക്കം ചെറുതാക്കിയിട്ട് ചേർക്കാം. കറിവേപ്പില ചേർക്കാം.
പച്ചമുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ മീൻ വറുത്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞളിൻ്റെ പൊടി നമ്മൾ നേരത്തെ ചേർത്തത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി പോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തതാണത്. ഇതിന് എരിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അതനുസരിച്ചിട്ട് ചേർക്കണം. അല്ലെങ്കിൽ അച്ചാറിന് എരിവുണ്ടാവില്ല. അച്ചാറിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വിനീഗർ ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ വിനീഗർ നന്നായിട്ടൊന്ന് ചൂടാവണം. അത് വിനീഗർ ചേർക്കണതിന് കറക്റ്റായിട്ടുള്ള അളവില്ല. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന മീൻ ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. അതങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. മീൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കടുകും ഉലുവയും കായവും കൂടി പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. അത് ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. കാരണം ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ എണ്ണയിലിട്ടിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അച്ചാറിന് പുളി കുറവ് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മീൻ അച്ചാറൊക്കെ ആകുമ്പോൾ വിനീഗർ കുറച്ച് കൂടുതൽ വേണം. അപ്പോഴായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ടേസ്റ്റ് നോക്കാം. കുറച്ചും കൂടി വിനീഗർ ചേർക്കാം. വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ടും ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. രണ്ടാമത് വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 11 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്തത്. അപ്പോൾ അച്ചാറിന് ആവശ്യത്തിനുള്ള പുളി ആയിട്ടുണ്ട്. അപ്പോൾ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് പുറത്ത് വെച്ചാലും നാശാവാതിരുന്നോളും. പിന്നെ നമ്മൾ ചോറൊക്കെയും കറിയൊക്കെ എടുക്കുന്ന സ്പൂണൊക്കെ ഇട്ട് അച്ചാറിൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. പിന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഇരിക്കണം. അപ്പോഴായിരിക്കും അച്ചാറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ അച്ചാർ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണിത്. പിന്നെ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒരു സമയത്ത് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കരുത്. ഇനി നിങ്ങൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ എങ്ങാനും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അച്ചാർ റെഡി ആയി കഴിയുമ്പോൾ തന്നെ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് അച്ചാർ മാറ്റണം. കാരണം അച്ചാറിലേക്ക് വിനീഗറൊക്കെ ചേർക്കുന്നത് കൊണ്ട് അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര പൊട്ടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്ന ചീനിച്ചട്ടി അലുമിനിയത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അലുമിനിയത്തിൽ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാർ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം.